കരുനാഗപ്പള്ളി പുതിയ കാവിൽ ഫ്രൂട്ട് സ്റ്റാളിന് തീപിടിച്ചു. ഫ്രൂട്ട്സുമായി വന്ന ലോറിയിലേക്കും തീ പടർന്നു. ഡ്രൈവർക്ക് പൊള്ളലേറ്റു. 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു. വിളിച്ച് വണ്ടി വിളിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി പുതിയകാവിലെ ദുബായ് ഫ്രൂട്ട് സെന്ററിനാണ് രാവിലെ 7 മണിയോടെ തീപിടിച്ചത്. ഫ്രൂട്ട്സുമായി വന്ന ലോറിയിലേക്കും തീ പടർന്നു. സംഭവത്തെ തുടർന്ന് ഡ്രൈവർക്കും പൊള്ളലേറ്റു. 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു. ഫ്രൂട്ട്സ് കടയ്ക്ക് സമീപത്തേക്ക് ലോറി കയറിയപ്പോൾ ഫ്രൂട്ട്സ് പൊതിഞ്ഞു വരുന്ന വൈക്കോൽ വണ്ടിയുടെ ചക്രത്തിൽപ്പെട്ട് തീ പടരുകയായിരുന്നുവെന്ന് കടയുടമ പറഞ്ഞു. ഓറഞ്ച് വണ്ടി വന്ന് അവിടെ ഇറക്കാൻ നേരത്ത് പുറകോട്ട് എടുത്താ വണ്ടി. ഓറഞ്ച് വണ്ടിയിലകത്ത് കച്ചി ഉണ്ടായിരുന്നു. കച്ചി താഴെ ഇറക്കി. കച്ചി താഴെ ഇട്ട് കേട്ടപ്പോൾ സ്പാർക്ക് ഉണ്ടായി. കച്ചിക്ക് തീ പിടിച്ച് അങ്ങനെ മൊത്തത്തിൽ തീ പിടിച്ചു. നമുക്ക് കുറഞ്ഞ ഒരു 4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. പിന്നെ ബാങ്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇൻഷുറൻസ് ഉണ്ടോ എന്താണെന്നുള്ളത് അറിയത്തില്ല. ഡ്രൈവർ വണ്ടിക്കകത്തിരുന്നാണ്. ഡ്രൈവറുടെ കൈയെല്ലാം പൊള്ളി ഹോസ്പിറ്റലിലാണ്. പ്ലാസ്റ്റിക് ബോക്സുകളിൽ സൂക്ഷിച്ചിരുന്ന പഴവർഗ്ഗങ്ങളും കത്തി നശിച്ചു. സമീപത്തെ കുലശേഖരപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ AC, ജനാല എന്നിവയിലേക്കും തീ പടർന്നു. സമീപത്ത് തന്നെ പടക്കക്കട ഉണ്ടായിരുന്നെങ്കിലും ഇവിടേക്ക് തീ പടരാതിരുന്നത് നാശനഷ്ടത്തിന്റെ തീവ്രത കുറച്ചു. നഷ്ടം വരുമ്പോൾ ഈ വ്യാപാരം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പകച്ചു നിൽക്കുകയാണ്. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടുന്ന തരത്തിലേക്ക് പോകണം എന്നാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ വ്യാപാരി സംഘം എനിക്ക് പറയാനുള്ളത്. ഫ്രൂട്ട്സുമായി വന്ന ലോറി ഡ്രൈവർ പൊള്ളലേറ്റതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.